ആശുപത്രിയിലെ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. ആശുപത്രിയിൽ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. കുഞ്ഞിനിപ്പോ എങ്ങനെയുണ്ട്? കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? അത് കണ്ടിട്ട് വലിയ കുഴപ്പം തോന്നുന്നില്ല അല്ലേ? അയ്യോ, അങ്ങനെയല്ല. കുഞ്ഞ് ആരോഗ്യം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചോളാം. ഞാൻ കുഞ്ഞിനോടൊരു കാര്യം പറയട്ടെ? പറയാൻ തുടങ്ങുന്ന കാര്യം എനിക്ക് ഇഷ്ടപ്പെടുന്നതാണോ? അത് ഇഷ്ടപ്പെടാത്തതാണ് അല്ലേ? മനസ്സിലായി, പറയണ്ട. നിനക്കും ഇവിടെ ഉള്ളവർക്കും ഇപ്പൊ പറയാനുള്ളത് അവളുടെ കാര്യമായിരിക്കും, ശരിയല്ലേ? ആ ദേവികയ്ക്ക് വിഷമം വരുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയണമെന്നുണ്ട് നിനക്ക്, ഇല്ലേ? ചോദിച്ചതിന് ഉത്തരം പറ. അങ്ങനെയൊന്നുമല്ല. ഈ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണെന്ന് നാട്ടുകാരൊക്കെ അറിഞ്ഞ അതെല്ലാവർക്കും ഒരു ക്ഷീണായിരിക്കും. ഇവിടെ ആരോട് വഴക്ക് കൂടി? അല്ല, കുഞ്ഞും ദേവിക കുഞ്ഞും തമ്മില്. അയ്യോ കുഞ്ഞ് വേണ്ട. നീ എന്താ പറഞ്ഞേ? ഞാനും അവളും കൂടി വഴക്കാണെന്നോ? എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരു പെണ്ണിനോട് ഞാൻ വഴക്ക് കൂടുന്നെന്ന് പറഞ്ഞാൽ എനിക്കും അവൾക്ക് ഒരേ വിലയാണെന്നല്ലേ? അയ്യോ കുഞ്ഞ്, ഞാനതൊന്നും ഉദ്ദേശിച്ചില്ല. നീ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിക്കണ്ട. അർത്ഥം അതാണെന്നും വ്യക്തമാണ്. അല്ല, അത് പിന്നെ ഞാൻ ഇനി ഒരിക്കൽ കൂടി ഇതുപോലുള്ള വിടുവായത്തം പറഞ്ഞ നിന്റെ പേരിൽ ഞാൻ അടിച്ചു കൊഴിക്കും. ഈ വീട്ടിൽ അവളുടെ അവസാന ദിവസങ്ങളായി ഇപ്പൊ നടക്കുന്നത്. നീ പറഞ്ഞില്ലേ ദേവിക മോള്, ആ മോളിനി അധിക ദിവസം ഇവിടെ കാണില്ല. മുങ്ങിത്താഴുമ്പോഴുള്ള നിലവിളിയില്ലേ, അതാ അവള് വിളിക്കുന്നേ. അതിനെയാ നീ വഴക്കെന്ന് പറഞ്ഞേ. കുഞ്ഞ് വേണ്ട, കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം കടന്ന് എന്റെ തലയ്ക്ക് നേരെ കുരച്ചാൽ അതാരായാലും അധിക നാൾ വാഴില്ല. ഓക്കോ? ശരി, ദാ വരുന്നമ്മേ. വെറുതെ വിളിച്ച് ബഹളം വെക്കുന്നതാ, ഒരു കാര്യം ഉണ്ടാവില്ല. എടി ചേച്ചി, നീ എപ്പോഴാ വന്നേ? ഈ വാതിൽ ഇങ്ങനെ തുറന്നിട്ടിട്ട് അകത്ത് കയറി ഇരിക്കരുതെന്ന് പറഞ്ഞ കേക്കില്ല. തുടങ്ങി. എന്താടി? അത് മറന്നുപോയതാ. നിന്റെ മറവിത്തിരി കൂടുതലാ. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനാണോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത്? എടി, വല്ല കള്ളന്മാര് വന്ന് കയറി അറിയില്ലല്ലോ. ശരി, ഇനി ആവർത്തിക്കില്ല, പോരെ? പിന്നെ കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? ഫസ്റ്റ് നൈറ്റ് കൊളായി, സാരമില്ല. സെക്കൻഡ് നൈറ്റിന്റെ അന്ന് ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിലായിരുന്നു മോളെ. ആന്റിയുടെ കൂടെ ബൈസ്റ്റാൻഡർ ആയിട്ട് എനിക്ക് ജോലി കിട്ടി. അപ്പൊ അതും ആ തള്ള മുടക്കിയല്ലേ? അങ്ങനെയൊന്നും പറയല്ലേ. അമ്മ എവിടെ? എടി ശാരി, ആ